പറങ്കിപ്പട കൊട്ടാരത്തിൽ അതിക്രമിച്ച് കയറി. എല്ലാം തകർത്ത് അവർ പാഞ്ഞു വന്നു. തമ്പുരാൻ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു. പറങ്കിപ്പട അവരെ തിരഞ്ഞ് പിന്നാലെ എത്തി. തമ്പുരാട്ടിയെയും കൂട്ടി തമ്പുരാൻ ഇവിടെയാണ് അഭയം തേടിയത്. ശത്രുക്കള് പല സംഘങ്ങളായി കാടിളക്കി അവരെ തിരഞ്ഞു. പക്ഷേ അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാട്ടിലേക്ക് കടന്നു കയറിയ ആ സംഘത്തിലെ ഒരാൾ പോലും തിരിച്ചെത്തിയില്ല. അവരെവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. പലരും അവരെ തിരഞ്ഞ് കാട്ടിനുള്ളിൽ കയറിയെങ്കിലും പോയവരാരും തിരികെ വന്നില്ല. വഴിതെറ്റിപ്പോയതാണോ, എന്തെങ്കിലും അപകടം സംഭവിച്ചതാണോ അറിയില്ല. അങ്ങനെ ഒടുവിൽ പറങ്കിപ്പട പിന്മാറി. ഈ കാട്ടിനുള്ളിൽ നിഗൂഢമായ ഒരു കാവുണ്ടെന്നും അവിടെ കടന്നു കയറുന്നവർ പിന്നീട് തിരികെ വരില്ല എന്നും ഇപ്പോഴും എല്ലാവരും വിശ്വസിക്കുന്നു. തമ്പുരാനെയും തമ്പുരാട്ടിയെയും അവരെ തിരഞ്ഞുപോയ പറങ്കികളെയും കാണാറായത് ആ കാവിൽ കയറിയത് കൊണ്ടാണെന്നാണ് ഇപ്പോഴും എല്ലാവരുടെയും വിശ്വാസം. ആ ഭയമുള്ളത് കൊണ്ട് ആരും ഈ കാട്ടിനുള്ളിലേക്ക് വരാതായി. ഉണ്ണിക്കുട്ടൻ ഭയത്തോടെ ചുറ്റും നോക്കി. വീശിയടിച്ച കാറ്റിൽ പാലപ്പൂവിൻ്റെ ഗന്ധം. കൽത്തൂണിന് പിന്നിൽ വെച്ചിരുന്ന റാന്തൽ വിളക്ക് പുറത്തേക്കെടുത്ത മുത്തശ്ശി അവൻ്റെ മുഖത്തേക്ക് നോക്കി. നെറ്റി മുറിഞ്ഞ് ചെറുതായി ചോരയൊലിക്കുന്നുണ്ട്. അവൻ്റെ നെറ്റിയിലെ മുറിവിന് മുകളിൽ മുണ്ടിൽ നിന്നും ചീന്തിയെടുത്ത തുണി മുറുകെ കെട്ടി. കരഞ്ഞു ചുവന്ന അവൻ്റെ കണ്ണുകളിലേക്ക് വാത്സല്യത്തോടെ അവർ നോക്കി. തൂണിന് പിറകിലിരുന്ന ജാനകി ഭയത്തോടെ വിറച്ചുകൊണ്ടിരുന്നു. പേടിക്കണ്ട മക്കളെ, ഇവിടേക്ക് ആരും വരില്ല. കുടിലിനു മുന്നിൽ കൊളുത്തി വെച്ചിരുന്ന നിലവിളക്ക് ഭാസ്കരൻ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. അവളും ആ ചെറുക്കനും ഈ കാട്ടിനകത്തുണ്ടാവും. പ്രായമായ തള്ളയും കൊണ്ട് എത്ര ദൂരം പോകാനാ? ഉയർന്ന പുല്ലുകൾ തഴച്ചു വളർന്നു നിൽക്കുന്ന വനത്തിന് മുന്നിലെ വഴിയിലേക്ക് കൈ ചൂണ്ടി കുമാരൻ പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടണ്ടാന്ന്. നീ കേട്ടില്ലല്ലോ. ഇങ്ങോട്ടാരും വരത്തില്ല പോലും. അവരറിയാതെ അത് എവിടെയും പോവില്ല. നമ്മളത് കുഴിച്ചിടുന്നത് അവർ കണ്ടിട്ടുണ്ട്, അതുറപ്പാ. അതിനവരെ കൈ കിട്ടിയാലല്ലേ ചോദിക്കാൻ പറ്റൂ. രണ്ടും ഓടിക്കളഞ്ഞില്ലേ. നമുക്ക് മുന്നിൽ ഈ രാത്രി മാത്രമാണ് സമയം. അതിനുള്ളിൽ അവരെ കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ നേരം വെളുത്താൽ നമ്മൾ കുടുങ്ങും. ഈ രാത്രി തന്നെ അതും എടുത്ത് ഇവിടം വിടണം. എല്ലാം തോലച്ചു. അവർക്ക് നമ്മളെ മനസ്സിലായിട്ടുണ്ട്. ഭാസ്കരൻ മുന്നിലെ ഇരുട്ടിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉറപ്പാണോ? എനിക്കുറപ്പാ. അവളും ആ ചെറുക്കനും ഈ കാട്ടിനകത്തുണ്ടാവും, കുമാരൻ പറഞ്ഞു. ആ ചെട്ടിയാരോട് ഒരു വിലയും പറഞ്ഞുറപ്പിച്ച് കാശും മേടിച്ചു. ഇനി സാധനം കൊടുത്തില്ലേ പ്രശ്നമാവും. അയാളിങ്ങി വരും. പിന്നെ നമ്മുടെ കാര്യം പോക്കാ. ഇതിപ്പോൾ ഇങ്ങനെ ആകുമെന്ന് ഞാൻ വിചാരിച്ചോ? ഇവിടെ കൊണ്ടുവന്നിട്ടതാ കുഴപ്പമായത്. കുമാരൻ പല്ലുഞ്ഞൊരിച്ചു. ഈർഷ്യയോടെ ഭാസ്കരൻ പറഞ്ഞു. കുമാരാ, ലക്ഷങ്ങൾ വിലയുള്ള പഞ്ചലോഹ വിഗ്രഹം നിന്റെ 1.25 അണയുടെ കിണ്ടി ഉരുളി പോലല്ല. അത് തല ചുവന്നുകൊണ്ട് നടക്കാൻ പറ്റുമോ? നേരം വെളുക്കുമ്പോൾ നാട്ടുകാരറിയും. അതിനു മുമ്പ് അത് എത്തിക്കേണ്ടിടത്ത് എത്തണം. നമ്മളെ ആരും സംശയിക്കാനും പാടില്ല. ആളുകളൊക്കെ ഒന്ന് ഒതുങ്ങുന്നവരെ തൽക്കാലത്തേക്ക് ഒളിപ്പിക്കാൻ ഇതിലും പറ്റിയ സ്ഥലം അടുത്തൊന്നുമില്ല. അതുകൊണ്ടല്ലേ ഇവിടെ വെച്ചത്. അത് അവളും ആ ചെറുക്കനും എടുത്തുകൊണ്ട് പോയതാ. എനിക്കത് ഉറപ്പാ, കുമാരൻ പറഞ്ഞു. എന്തുറപ്പ്? അല്ലെങ്കിൽ പിന്നെന്താ, നമ്മുടെ നിഴൽവട്ടം കണ്ടപ്പോൾ അവരിറങ്ങി ഓടിയത്. കൈയെത്തുന്ന ദൂരത്ത് നിന്നാ അവരോടി രക്ഷപ്പെട്ടത്. ഇവിടെ മുഴുവൻ അരിച്ചു പറക്കിയിട്ടും വിഗ്രഹത്തിൻ്റെ പൊടി പോലുമില്ല. അപ്പോൾ അവർക്ക് നമ്മളെ മനസ്സിലായി കാണുകയല്ലേ? അയാളുടെ കണ്ണുകൾ
കുറുകി. അതല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവർ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. രണ്ടിനെ ഉടൻ കണ്ടുപിടിക്കണം. വിഗ്രഹം കയ്യിൽ കിട്ടിയാൽ രണ്ടിനെ തീർത്തേക്കണം. വച്ചേക്കരുത്. അത് അപകടമാണ്. ഒരു തെളിവും ഉണ്ടാകാൻ പാടില്ല. വിഗ്രഹം കണ്ടുപിടിച്ച് ചെട്ടിയാരെ ഏൽപ്പിച്ച നമ്മുടെ ജോലി കഴിഞ്ഞു. ഭാസ്കരൻ മീശയുടെ തുമ്പ് പിരിച്ചു വെച്ചു. പിന്നെ ആ പെണ്ണിൻ്റെയും ആ പീക്കിരി ചെറുക്കൻ്റെയും കാര്യമല്ലേ, അതിനെയൊക്കെ ആര് തിരക്കാൻ? വിഗ്രഹം കാണാതെ പോയതിൻ്റെ ബഹളത്തിൽ അതൊക്കെ ഇല്ലാതായിക്കോളും. അല്ലെങ്കിൽ പറങ്കിക്കാവിൽ കാണാതായവരിൽ 2 പേര് കൂടി. മലമുകളിലെ ആ പഴഞ്ചൻ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് ഇത്രയും വിലയുണ്ടെന്ന് ആരറിഞ്ഞു? 3 ദിവസത്തെ കഷ്ടപ്പാടാ ഇല്ലാതായത്. ഇന്ന് രാത്രി നേരം വെളുക്കുമ്പോൾ ചെട്ടിയാർ വരും. ചെട്ടിയാർ വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ. വാ, നല്ല നിലാവുണ്ട്. ഭാസ്കരനും കുമാരനും ചെടികൾ വകഞ്ഞു മാറ്റി വനത്തിലെ ഇരുട്ടിലേക്ക് കയറി. നിലാവിൽ തിളങ്ങി നിൽക്കുന്ന മരങ്ങൾ നിഴലുകൾ വീഴ്ത്തിയ അനേകം ചെറുവഴികൾ. അവർ മുന്നോട്ട് നടന്നു. പല മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദങ്ങൾ ചുറ്റും അവരെ പൊതിഞ്ഞു. എടാ ബാച്ചു, നിനക്കെന്താ തോന്നുന്നത്? അവരെ കാണാൻ പറ്റുമോ? അത് കണ്ടാലല്ലേ പറയാൻ പറ്റൂ. ഈ കാടിനകത്ത് ഒരു കിഴവിയും ഒരു പെണ്ണും ഒരു കൊച്ചു ചെറുക്കനും എത്ര നേരം ഒളിച്ചിരിക്കും? ഏതെങ്കിലും ഒരെണ്ണത്തിനെ കൈ കിട്ടിയാൽ മതി. മറ്റുള്ളതിനെ എങ്ങനെ വരുത്തണമെന്ന് എനിക്കറിയാം. അമ്മേ, നമ്മൾ എത്ര നേരം ഒളിച്ചിരിക്കും? ഓടിപ്പോരുമ്പോൾ അവർ നമ്മളെ കണ്ടിട്ടുണ്ട്. ഇവിടെ എത്താൻ അധികം സമയമൊന്നും അവർക്ക് വേണ്ട. ആ വിളക്ക് മറച്ചു വയ്ക്കേ. നീ പേടിക്കണ്ട മോളെ, ഇവിടേക്ക് അവർ വരില്ല. തൂണിന് മറവിൽ പൊതിഞ്ഞു കെട്ടിവെച്ചിരിക്കുന്ന വിഗ്രഹത്തിലേക്ക് അവർ നോക്കി. അതിനപ്പുറം തകർന്നു കിടക്കുന്ന വലിയ കൽത്തൂണുകളും പൊളിഞ്ഞടർന്ന കൽപ്പടവുകളും അതിനും മുകളിൽ ഉയർന്നു നിൽക്കുന്ന വള്ളിപ്പടർപ്പുകൾ മൂടിയ തകർന്നു വീണ ഇരുണ്ട ശ്രീകോവിൽ കാണാം. അവിടേക്ക് വൃദ്ധ ഇരുകൈകളും കൂപ്പിത്തൊഴുതു. വിഗ്രഹത്തിന് നേരെ നോക്കി അവർ പറഞ്ഞു, ഈ നാട്ടിൽ നിന്നും ഇത് കടത്തിക്കൊണ്ടുപോകാൻ അവരെ അനുവദിക്കരുത്. ഈ നാടിൻ്റെ വെളിച്ചം ഇതാണ്. അമ്മേ, അവർ നമ്മളെ കണ്ടുപിടിച്ചാലോ? ഇല്ല മോളെ, അവർക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. നമുക്ക് ഇത് അവർക്ക് തിരിച്ചു കൊടുത്താലോ? എനിക്ക് പേടിയാകുന്നു. മുത്തശ്ശി തിരിഞ്ഞ് ജാനകിയെ നോക്കി. ഇത് തിരിച്ചു കൊടുത്താലും അവർ നമ്മളെ വെറുതെ വിടുമെന്ന് എന്താണ് ഉറപ്പ്? എത്ര കാലം നമ്മളിവിടെ ഒളിച്ചിരിക്കും? ആരും ഈ കാട്ടിലേക്ക് തിരിഞ്ഞു നോക്കില്ല. നേരം വെളുക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം. നീ സമാധാനമായി ഇരിക്കെ. മുത്തശ്ശി ഇരുട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. റാന്തലിൻ്റെ തിരി താഴ്ത്തി. എന്നിട്ട് അവർ തകർന്നു കിടക്കുന്ന കൽത്തൂണിലേക്ക് ചാരിയിരുന്നു. മെല്ലെ കണ്ണുകൾ അടച്ചു. നല്ല തണുപ്പുണ്ട്. മുത്തശ്ശിയുടെ മടിയിൽ തളർന്നു കിടന്നുകൊണ്ട് ഉണ്ണിക്കുട്ടൻ ഇരുട്ടിലേക്ക് നോക്കി. ജാനകിയുടെ കൺപോളകളെ ഉറക്കം വന്നു മൂടി. ഹോ! ഭാസ്കരന്റെ മുന്നിലൂടെ ഏതോ ഒരു ജന്തു പാഞ്ഞുപോയി. അത് പോയ ദിക്കിലെ കരിയിലകൾ ഇളകി പറന്നു. എന്താ അത്? എന്തോ. നീ വാ. വനത്തിൽ നിലാവെളിച്ചം പരന്നു കിടക്കുന്നു. മുന്നിലെ കാഴ്ചകൾ വ്യക്തമാണ്. അവർ ഓരോ ചുവടും ശ്രദ്ധിച്ച് മുന്നോട്ട് വെച്ചു. ദൂരെ പാതിരാക്കോഴി കൂവി. ചീവീടുകളുടെ ശബ്ദം നിലച്ചു. പെട്ടെന്ന് കുറച്ചകലെയായി ഒരു വെളിച്ചം അവർക്കൊപ്പം നടക്കുന്നത് കുമാരൻ കണ്ടു. അയാൾ നിന്നു. ഡാ ബാച്ചു, ആരാടാ അത്? കുമാരൻ കൈ ചൂണ്ടിയ ദിക്കിലേക്ക്
ഭാസ്കരൻ നോക്കി. മരങ്ങൾക്കപ്പുറത്തു കൂടി റാന്തൽ വിളക്കുമായി കടന്നു പോകുന്ന ഒരു ഇരുണ്ട രൂപം അവർ കണ്ടു. ഡാ, അതവരാ. അവർക്ക് മുന്നിൽ ആ രൂപം മരങ്ങൾക്ക് പിന്നിലേക്ക് മറഞ്ഞു പോവുകയാണ്. ഡാ, വാ. അവർ അങ്ങോട്ടേക്ക് കുതിച്ചു. ഓടിയെത്തിയ അവരുടെ മുന്നിലേക്ക് ആ നിഴൽ തിരിഞ്ഞു നിന്നു. ഒരു വൃദ്ധ. ഭാസ്കരനും കുമാരനും അവർക്ക് മുന്നിൽ നിന്ന് കിതച്ചു. എന്താ? അടക്കിയ ശബ്ദത്തിൽ ആ വൃദ്ധരൂപം അവരോട് ചോദിച്ചു. നിങ്ങൾ അവരെ തിരക്കി ഇറങ്ങിയതാ അല്ലേ? പെട്ടെന്ന് ഭാസ്കരൻ അരയിൽ നിന്നും കത്തി വലിച്ചൂരി. അത് അവർക്ക് നേരെ നീട്ടിപ്പിടിച്ചു. അവരവിടെ? ഭാസ്കരൻ വൃദ്ധയെ സൂക്ഷിച്ചു നോക്കി. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവർ പറഞ്ഞു. അവരെ ഞാനൊരു സ്ഥലത്ത് സുരക്ഷിതമായി ഇരുത്തിയിട്ടുണ്ട്. രണ്ടും നല്ല ഉറക്കമാ. നിങ്ങൾക്ക് വേണ്ടതും അവരുടെ കയ്യിലുണ്ട്. മര്യാദയ്ക്ക് പറ, അവരെവിടെ? ഭാസ്കരന്റെ സ്വരം കനത്തു. ധൃതി പിടിക്കാതെ. ഈ രാത്രി മുഴുവൻ തിരഞ്ഞാലും നിങ്ങൾക്ക് അവരെ കിട്ടില്ല. ദേ തള്ളേ, ജീവൻ വേണമെങ്കിൽ പറഞ്ഞോ, കൊന്നുകളയും ഞാൻ. എന്നാലും നിങ്ങൾക്ക് അവരെ കിട്ടില്ല. ഇവരെ ഞാൻ പാച്ചു മണ്ടത്തരം കാണിക്കാതെ മാറ. എന്റെ മാറ. കുമാരൻ അവരുടെ മുന്നിലേക്ക് കയറി നിന്നു. നിങ്ങളാരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അങ്ങനെ ചോദിക്ക്. ഇവൻ ആ വിഗ്രഹം പറമ്പിൻ്റെ അതിരി കുഴിച്ചിടുന്നത് ഞാനാ കണ്ടത്. ആ വിഗ്രഹം കൊണ്ടു കൊടുത്താ നിങ്ങൾക്കെന്ത് കിട്ടും? ഭാസ്കരനും കുമാരനും മുഖത്തോട് മുഖം നോക്കി. അതിൽ നിന്നൊരു ഭാഗം എനിക്ക് തന്നാ മതി. വൃദ്ധയുടെ കണ്ണുകൾ തിളങ്ങി. ഡാ ഡാ, ഇങ്ങ് വാ. ഭാസ്കരന്റെ കൈ പിടിച്ച് കുമാരൻ അല്പം അകലേക്ക് മാറി നിന്നു. ഡാ, കൊടുക്കാന്ന് പറ. ഇനി അവരെ തെരഞ്ഞു നടന്ന് സമയം കളയണ്ടല്ലോ. നേരം വിളിക്കാൻ കുറച്ച് സമയമേ ഉള്ളൂ. സംഭവം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടെണ്ണത്തെ എന്തായാലും തട്ടണം. ആ കൂടെ ഈ പടുകളവയും കൂടി. അത്രേ ഉള്ളൂ. സമയം കളയാനില്ല. ഈ രാത്രി തന്നെ എല്ലാം നടക്കണം. ചെല്ല്. ഒരു ഓഹരി കൊടുക്കാന്ന് പറ. ചെല്ലടാ. ഭാസ്കരൻ വൃദ്ധയുടെ അടുത്തേക്ക് നടന്നെത്തി. അവരുടെ മുഖത്ത് നിഗൂഢമായ ഒരു ചിരി പരന്നു. എന്ത് തീരുമാനിച്ചു? പറഞ്ഞോ? ആ, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ ഈ വിവരം ആരോടും പറയില്ലെന്ന് എന്താ ഉറപ്പ്? വിഗ്രഹം കെട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ഞങ്ങളെ കൊല്ലില്ലെന്ന് എന്താ ഉറപ്പ്? അത് ഭാസ്കരൻ ഒന്ന് പരുങ്ങി. അതാ പറഞ്ഞത്. കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട. എന്താ തീരുമാനം? അത് പറ. തരാം. കിട്ടുന്നതിൻ്റെ ഒരു ഓഹരിയല്ലേ, നിങ്ങൾക്ക് തരാം. വൃദ്ധ ചിരിച്ചു. ഭാസ്കരൻ ക്രൂരമായി അവരെ നോക്കി. എന്നാ വാ. അവർ മുന്നിൽ നടന്നു. അവരുടെ കയ്യിലെ റാന്തലിൻ്റെ വെളിച്ചം ചുറ്റും ചിതറി വീഴുന്നുണ്ട്. പിന്നാലെ ശ്രദ്ധയോടെ ഭാസ്കരനും കുമാരനും. അല്പസമയത്തിന് ശേഷം വെള്ളം കെട്ടിക്കിടക്കുന്ന തെളിഞ്ഞ ഒരു പ്രദേശത്ത് അവരെത്തിച്ചേർന്നു. അകലേക്ക് കൈ ചൂണ്ടി വൃദ്ധ പറഞ്ഞു. ആ വെളിച്ചം, അത് അവരാണ്. കുറച്ചകലെയായി എരിഞ്ഞു കത്തുന്ന ഒരു ചെറിയ വിളക്കിൻ്റെ പ്രകാശം അവർ കണ്ടു. വരൂ, എൻ്റെ ഒപ്പം വാ. വന്നോളൂ. വൃദ്ധ വെള്ളത്തിലേക്ക് ഇറങ്ങി നടന്നു. ഒപ്പം ആവേശത്തോടെ കുമാരനും ഭാസ്കരനും
വെള്ളത്തിലിറങ്ങി മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് കുമാരൻ അത് ശ്രദ്ധിച്ചത്. മുന്നിൽ വഴികാട്ടിയായി നടക്കുന്ന വൃദ്ധയ്ക്ക് കാലുകളില്ല. അയാളുടെ നാവ് വറ്റി വരണ്ടു. ശബ്ദം പൊങ്ങിയില്ല. ഒരു വിറയലോടെ, "ഡാ, ഡാ, ഡാ." "എന്താടാ?" ഭാസ്കരൻ ശബ്ദമുയർത്തി. പെട്ടെന്ന് വൃദ്ധ നിന്നു. രണ്ടുപേർക്കും നേരെ തിരിഞ്ഞു നിന്നു. നിങ്ങളിവിടെ നിൽക്കേ. തങ്ങളുടെ കാലുകൾ ചെളിയിൽ താഴുന്നത് കുമാരനും ഭാസ്കരനും തിരിച്ചറിഞ്ഞു. ഭയത്തോടെ കുമാരൻ നിലവിളിച്ചു. തങ്ങൾ നിൽക്കുന്നത് ഒരു വലിയ ചതുപ്പിന് നടുവിലാണെന്ന് അവർക്ക് മനസ്സിലായപ്പോഴേക്കും നെഞ്ചിനൊപ്പം ചെളിയിലേക്ക് ആരോ അവരെ വലിച്ചു താഴ്ത്തി. അന്തരീക്ഷത്തിന്റെ ഭാവം മാറി. കൊടുങ്കാറ്റ് ആഞ്ഞു വീശി. ചന്ദ്രൻ മേഘക്കെട്ടുകൾക്കിടയിൽ മറഞ്ഞു. ഭീകരമായ ശബ്ദത്തിൽ കറുത്ത ഭീമാകാരമായ ഒരു ഭീകരരൂപം അവർക്ക് മുന്നിൽ നിന്ന് അലറി. ജാനകി ഞെട്ടിയുണർന്നു. ദൂരെ നിന്നും ആരോ നിലവിളിക്കുന്ന ശബ്ദം. "അമ്മേ!" തൂണിൽ ചാരിയിരുന്ന മുത്തശ്ശി ഞെട്ടി കണ്ണു തുറന്നു. ഉണ്ണിക്കുട്ടൻ കണ്ണു തിരുമ്മി ചാടി എഴുന്നേറ്റു. അവരുടെ മുന്നിലൂടെ ശരവേഗത്തിൽ ഒരു വലിയ നിഴൽ കടന്നുപോയി. ചന്ദ്രൻ മേഘപാളികളിൽ നിന്നും പുറത്തേക്ക് വന്നു. മാനം തെളിഞ്ഞു നിൽക്കുന്നു. ചന്ദ്രപ്രകാശം കൂടുതൽ ശോഭയോടെ തിളങ്ങി. അല്പം അകലെ നിന്നും ആരോ നിലവിളിക്കുന്ന ശബ്ദം അവരുടെ കാതിൽ വന്നലച്ചു. മുത്തശ്ശി റാന്തലിന്റെ തിരി ഉയർത്തി. "വാ മക്കളെ, അതെന്താന്ന് നോക്കാം." അവർ മൂന്നുപേരും അവിടെ നിന്നും എഴുന്നേറ്റു. നാരായണ 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 നാരായണ. വിറയ്ക്കുന്ന കാൽപാദങ്ങളോടെ റാന്തലുമായി മുത്തശ്ശി മുന്നിൽ നടന്നു. മുത്തശ്ശിയുടെ ധൈര്യം അവരെ അതിശയിപ്പിച്ചു. ഭയത്തോടെ ജാനകിയും ഉണ്ണിയും അവരെ അനുഗമിച്ചു. നിലാവിൽ ചതുപ്പിനുള്ളിൽ പിടയുന്ന രണ്ടു നിഴൽ രൂപങ്ങളെ അവർ കണ്ടു. കൈയും മുഖവും മാത്രം ചെളിവെള്ളത്തിൽ നിന്നുയർത്തി ആ രൂപങ്ങൾ നിലവിളിച്ചു. മുത്തശ്ശി റാന്തൽ ഉയർത്തി കൈപ്പടം കണ്ണിന് മുകളിൽ വെച്ച് സൂക്ഷിച്ചു നോക്കി. പേടിയോടെ ഉണ്ണിക്കുട്ടൻ ജാനകിയുടെ പിന്നിൽ ഒളിച്ചു. ഇത് ഭാസ്കരനെയും കുമാരനെയും നടുക്കത്തോടെ അവർ തിരിച്ചറിഞ്ഞു. അടുത്ത നിമിഷം ആ രണ്ട് രൂപങ്ങളും ഒരേ സമയം ചെളിയിലേക്ക് താഴ്ന്നുപോയി. ഏതാനും കുമിളകൾ മുകളിലേക്ക് ഉയർന്നു വന്നു. ചതുപ്പ് ശാന്തമായി. അവർ വിറങ്ങലിച്ചു നിന്നു. കുറച്ചു നേരത്തേക്ക് ആർക്കും ചലിക്കാനായില്ല. മുന്നിൽ കണ്ട കാഴ്ച അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. "മക്കളെ, വാ മക്കളെ, നമുക്ക് പോകാം." ഭയത്തോടെയുള്ള മുത്തശ്ശിയുടെ ശബ്ദം അവരെ ഉണർത്തി. നേർത്ത വിറയലോടെ റാന്തനുമായി മുത്തശ്ശി മുന്നിൽ നടന്നു. ജാനകിയും ഉണ്ണിയും അവരെ അനുഗമിച്ചു. ദൂരെ എവിടെയോ നായ്ക്കൾ കൂട്ടത്തോടെ ഓരിയിട്ടു. "അമ്മേ, എനിക്കാകെ പേടിയാവുന്നു." "നീ പേടിക്കണ്ട മോളെ, സമാധാനിക്ക്. ഇനി നമ്മളെ തെരഞ്ഞ് ആരും വരില്ല. അത് അവരുടെ വിധിയാണ്. നാടിന് ശാപമായ രണ്ട് പാപികൾ ഇല്ലാതായി. അങ്ങനെ സമാധാനിക്ക്. എത്രയോ ജനങ്ങളെ കൊന്നും കൊള്ളയടിച്ചും നടന്നവരാണവര്. ഒരിക്കലും ശിക്ഷിക്കപ്പെടാത്ത അവർക്കുള്ള ശിക്ഷ ഇന്ന് കിട്ടി. അങ്ങനെ വിചാരിക്കൂ." ജാനകി അതിശയത്തോടെ മുത്തശ്ശിയെ നോക്കി. "അവർ നമ്മളെ കണ്ടിരുന്നെങ്കിൽ ജീവനോടെ തിരിച്ചു വരാൻ നമുക്ക് കഴിയുമായിരുന്നു. ആ ദുഷ്ടന്മാര് നമ്മളെയും കൊന്നേന്. നേരം പുലരാൻ ഇനിയും സമയമുണ്ട്." അവർ മൂന്നുപേരും പറങ്കിക്കാടിന് പുറത്തെത്തി. ദൂരെയായി അവരുടെ കുടിലിലെ മങ്ങിയ വെളിച്ചം കാണാം.
അവർ വേഗത്തിൽ അങ്ങോട്ട് നടന്നു. വീടിന് മുന്നിലെ തൂണിൽ തൂക്കിയിട്ട റാന്തലിൻ്റെ വെളിച്ചം മുറ്റത്ത് ചെറുതായി പതിക്കുന്നുണ്ട്. വാതിൽ തുറന്നിരിക്കുന്നു. നിലവിളക്ക് മറിഞ്ഞു കിടക്കുകയാണ്. ചാണകം മെഴുകിയ തറയിലേക്ക് എണ്ണ ഒഴുകി പടർന്നിട്ടുണ്ട്. ദേഹം മുഴുവനും മുള്ളുകളും ചെടികളും ഉരഞ്ഞ് അങ്ങിങ്ങായി ചോര പൊടിഞ്ഞിട്ടുണ്ട്. തൊണ്ട വരണ്ടുണങ്ങിയിരിക്കുന്നു. വല്ലാത്ത ദാഹം. മുത്തശ്ശി കിണറ്റിൻ കരയിലേക്ക് നടന്നു. ഒപ്പം ജാനകിയും ഉണ്ണിയും. കിണറ്റിലെ വെള്ളത്തിലെ പാളയിൽ നിന്നും വെള്ളം കോരി കുടിച്ച് മുത്തശ്ശി മുഖം കഴുകി തിരികെ വീടിനുള്ളിലേക്ക് നടന്നു. ഉണ്ണിക്കുട്ടൻ്റെ കൈയും കാലും കഴിവിച്ച് കുടിക്കാൻ വെള്ളം നൽകി ജാനകി തണുത്ത വെള്ളം മുഖത്തേക്ക് ഒഴിച്ചു. തലയുയർത്തി പറങ്കിക്കാട്ടിലേക്ക് നോക്കി. ഈശ്വര, തിരികെ എത്താൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ആ ഓട്ടം. ദൂരെ കാട് ഇരുണ്ട് നിശബ്ദമായി നിൽക്കുന്നു. അതിനെതിരായി പറങ്കിക്കുന്നിന് മുകളിൽ ചന്ദ്രബിംബം തിളങ്ങി. സന്ധ്യ കഴിഞ്ഞതു മുതൽ ഈ നിമിഷം വരെ ഒരു സ്വപ്നം പോലെ അവൾക്ക് തോന്നി. പ്രാണനും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള കുറേ നാഴികകൾ. ദീർഘനിശ്വാസത്തോടെ അവൾ ഉണ്ണിയെയും കൂട്ടി വീടിൻ്റെ മുന്നിലെത്തി. ഉമ്മറത്ത് മറിഞ്ഞുകിടന്ന നിലവിളക്ക് നിവർത്തിവെച്ച് വൃത്തിയാക്കി എണ്ണ പകർന്ന് വീണ്ടും കൊളുത്തിവെച്ചു. കട്ടിലിരുന്ന് നാമം ജപിക്കുന്ന മുത്തശ്ശി അവരോട് ചോദിച്ചു, എവിടെയായിരുന്നു കുട്ടികളെ ഇത്രയും നേരം? നേരം എത്രയായി? ഞാനൊന്ന് ഉറങ്ങിപ്പോയി. പതിവില്ലാത്ത ക്ഷീണം. അമ്മേ, ഞങ്ങൾ കിണറ്റിൻകരയിൽ സന്ധ്യ മുതൽ പാതിരാ വരെ ഇത്രയും നേരം കിണറ്റിൻകരയിൽ എന്തെടുക്കുകയായിരുന്നു? എത്ര നേരമായി ഞാൻ നിങ്ങളെ വിളിക്കുന്നു. കാല് വല്ലാതെ വേദനിക്കുന്നു. ഇവിടെ നിന്നും ഇങ്ങനെ എണീറ്റ് വരാൻ എനിക്ക് കഴിയില്ല എന്നറിയില്ലേ മോളെ നിനക്ക്? അമ്മ എന്തായി പറയണേ? നമ്മൾ ഇപ്പോഴല്ലേ വന്നത്? ഇപ്പൊ വന്നെന്നോ? എവിടെന്ന്? പറങ്കിക്കാട്ടിന്ന്. അമ്മയല്ലേ വഴി കാണിച്ചത്. പിന്നെ ഇപ്പൊ എന്താ ഇങ്ങനെ പിച്ചും പേയും പറയണേ? എന്താ കുട്ടി നീ പറയണേ? 4 ചുവട് നടന്ന കിതയ്ക്കുന്ന ഞാൻ നിന്നെയും കൂട്ടി പോയെന്നോ? അതും ഈ സമയത്ത് പറങ്കിക്കാട്ടിലോ? എന്തിന്? അയ്യോ, മോനെന്ത് പറ്റി? ഉണ്ണിക്കുട്ടൻ്റെ നെറ്റിയിലെ മുറിവിലേക്ക് നോക്കി മുത്തശ്ശി ചോദിച്ചു. എന്താ പറ്റിയത് നിനക്ക്? ഉണ്ണിക്കുട്ടൻ ഭയന്ന് പിന്നോട്ട് മാറി. അമ്മേ, അമ്മ എന്തൊക്കെയായി പറയണേ? ആ കള്ളന്മാർ ഒളിപ്പിച്ചു വെച്ച വിഗ്രഹവുമായി അമ്മയല്ലേ എന്നെ ഉണ്ണിയെ വിളിച്ചുകൊണ്ട് പോയത്? ശിവ ശിവ, സന്ധ്യ മുതൽ ഞാൻ നിങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുക. അതിനിടയിൽ എപ്പോഴോ ഉറങ്ങിപ്പോയി. ഇപ്പൊ ഉണർന്നതേ ഉള്ളൂ. അല്ലാതെ ഒന്നും എനിക്കറിയില്ല. വിഗ്രഹമോ? ഏത് വിഗ്രഹം? അവർ നിഷ്കളങ്കമായി ചോദിച്ചു. മുത്തശ്ശി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ജാനകിക്ക് തോന്നി. അവൾ നടന്ന കാര്യങ്ങൾ ഓരോന്നും വിശദീകരിച്ചു. മുത്തശ്ശി അത്ഭുതത്തോടെ അത് കേട്ടിരുന്നു. വിറയ്ക്കുന്ന ശരീരത്തോടെ കട്ടിലിൽ നിന്നും മെല്ലെ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു. കാലിൻ്റെ അസ്ഥികൾ നുറുക്കിയിരുന്ന വേദന അലിഞ്ഞില്ലാതാകുന്നത് അവരറിഞ്ഞു. അവർ തറയിൽ നിവർന്നു നിൽക്കുന്നത് അത്ഭുതത്തോടെ ജാനകിയും ഉണ്ണിയും നോക്കി നിന്നു. തിളങ്ങുന്ന കണ്ണുകളോടെ മുത്തശ്ശി പറഞ്ഞു, വാ മക്കളെ. അവർ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഉമ്മറത്ത് കൊളുത്തിവെച്ച നിലവിളക്കിൽ തൊഴുത് പറങ്കിക്കുന്നിലേക്ക് തലയുയർത്തി നോക്കി നെറുകയിലേക്ക് ഉയർത്തിയ തൊഴുകൈകളുമായി നിറഞ്ഞ കണ്ണുകളോടെ അവർ പറഞ്ഞു, ദാ അവിടെ കുന്നിൻ്റെ മുകളിൽ നാടുകാക്കുന്ന അനുജത്തിയുടെ കാവ്. താഴെ കാടുകാക്കുന്ന ജ്യേഷ്ഠത്തിയുടെ കാവ്. അനുജത്തിയെ നാടുകടത്താൻ ശ്രമിച്ചപ്പോൾ തടയേണ്ടതും സുരക്ഷിതമായി തിരിച്ചെത്തിക്കേണ്ടതും ജ്യേഷ്ഠത്തിയുടെ കടമയല്ലേ? നിങ്ങളെ കൊണ്ടുപോയതും
തിരിച്ചു കൊണ്ടുവന്ന് തന്നതും ആരാണെന്ന് ഇപ്പം മനസ്സിലായോ? ശരീരം മുഴുവൻ പടർന്നു കയറുന്ന തരിപോലെ ഉണ്ണിയും ജാനകിയും സ്തംഭിച്ചു നിന്നു. ദാ ദാ നോക്ക്. മലമുകളിലേക്ക് സഞ്ചരിക്കുന്ന തിളങ്ങുന്ന അഗ്നിജ്വാലയെ ഭക്തി പടർന്നു കയറുന്ന ഹൃദയത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ അവർ തൊഴുതു നിന്നു. തങ്കച്ചിലമ്പുകൾ കിലുക്കി അനുജത്തിയോടൊപ്പം കുന്നിൻ മുകളിലേക്ക് പോവുകയാണ് ജ്യേഷ്ഠത്തി, സാക്ഷാൽ ഭഗവതി.